കുട്ടികളെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ടിപ്പാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുമ്പോൾ സാധനങ്ങൾ കഴുകൂലേ, കഴുകിയിട്ട് ചിലവരതിനെ ഊറ്റിക്കളയും. പക്ഷെ അങ്ങനെ ഊറ്റാതെ നമ്മളിങ്ങനെ കഴുകി വാരി വേറൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം ഈ വെള്ളം അങ്ങ് കളയണം. അപ്പോഴാ വെള്ളത്തിൽ എന്തെല്ലാം പൊടിയും മണ്ണും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എത്ര ഹൈജീനിക്കായിട്ട് എടുത്താലും ഇത് കഴുകി ഊറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ സെഡിമെൻ്റ് എല്ലാം അതിൽ തന്നെ കിടക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ചെയ്യണത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ വേറൊരു പാത്രത്തിൽ കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് പിന്നെയും കഴുകിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് മീനൊക്കെ വറുക്കാൻ വേണ്ടി ഇടൂലേ, അന്നേരം എന്താ ഈ പോർഷനും കൂടെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കണം എണ്ണ. അപ്പോൾ അവിടം കൂടെ അങ്ങ് നനയുമല്ലോ. എന്നിട്ട് വേണം മീൻ പിറക്കി ഇടേണ്ടത്. അല്ലാതെ ആ നനയാത്ത പോർഷനിൽ മീൻ ഇടരുത്. ഇങ്ങനെയും ഒത്തിരി കുട്ടികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഒരു ടിപ്പായിട്ട് കൂട്ടിക്കോ കേട്ടോ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വേറെയും ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ. ടിപ്പാണോ ഒരു കറക്ഷനാണോ എന്ന് വേണമെങ്കിൽ കരുതാം. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോഴല്ല. ഇത് കണ്ടില്ലേ, ഉള്ളി നമ്മൾ ഒരുപാട് ഉള്ളി തൊലിച്ച് വെക്കുമ്പോൾ മിച്ചം വരുന്ന ഉള്ളി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കഴുകിയിട്ട് വെക്കരുത്. നനഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കിളിർക്കാൻ തുടങ്ങും. അപ്പോൾ കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളി എടുക്കുമ്പോഴും അതേ ഫ്രഷ്നെസ്സോടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് അടുത്ത വീഡിയോയിലേ